അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മനുഷ്യരാശിക്ക് തന്നെ കാരുണ്യത്തിൻ്റെ വെളിച്ചമായി വന്ന നമ്മുടെ പ്രിയ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അനുസ്മരിക്കാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ മാറ്റിയത് ആയുധം കൊണ്ടല്ല, മറിച്ച് സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും നല്ല സ്വഭാവം കൊണ്ടുമാണ്. മക്കയിൽ അദ്ദേഹത്തിനെതിരെ പലരും ദുഷ്പ്രവർത്തനം ചെയ്തപ്പോൾ പോലും അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പോലും പ്രതികാരം ചെയ്യാതെ കരുണ കാണിച്ച വ്യക്തിയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നതാണ്. സമ്പന്നനോ ദരിദ്രനോ, വലിയവനോ ചെറിയവനോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ പെരുമാറാൻ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളത് സ്നേഹവും സാഹോദര്യവും അതുപോലെ തന്നെ പരസ്പര ബഹുമാനവുമാണ്. സോഷ്യൽ മീഡിയയിലും സ്കൂളുകളിലും വീട്ടിലും നാം സംസാരിക്കുന്ന ഓരോ വാക്കും മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കാത്തതായിരിക്കണം. നല്ല വാക്കുപോലും ഒരു ദാനമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. നബിദിനം ആഘോഷിക്കുന്നത് പാട്ടുകളും പരിപാടികളും നടത്തുന്നതിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. സത്യം പറയുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അധ്യാപകരെ ആദരിക്കുക, ദരിദ്രരെ സഹായിക്കുക, സുഹൃത്തുക്കളോട് സ്നേഹത്തോടെ പെരുമാറുക, ഇതാണ് യഥാർത്ഥ നബിദിന സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം നടപ്പാക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. അപ്പോൾ മാത്രമേ നബിദിനാഘോഷം അർത്ഥവത്താകൂ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗത്തിൽ ജീവിക്കാനും നല്ല മനുഷ്യനായി വളരാനും അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.